എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു നെല്ലിക്ക അച്ചാറാണ്. ഇത് കൂടുതലായിട്ടും ബിരിയാണിയുടെ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ സൈഡായിട്ടാണ് സെർവ് ചെയ്യാറുള്ളത്. കുറച്ച് മധുരവും ചെറിയൊരു പുളിയും എരിവൊക്കെ കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കയാണ്. ഒരു 10 നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സ്റ്റീം ചെയ്തിട്ടെടുക്കുക. ആവിയിൽ വേവിച്ചെടുക്കണം. ഇഡ്ഡലി ചെമ്പിലോ സ്റ്റീമറിലോ വെള്ളം വെച്ചതിന് ശേഷം നെല്ലിക്ക അതിൻ്റെ മുകളിൽ വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ കുക്ക് ചെയ്തിട്ടെടുക്കുമ്പോൾ തന്നെ നെല്ലിക്ക അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ടാവും. നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ കുരു റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ റിമൂവ് ചെയ്ത് കുരു മാറ്റിയ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ച് വയ്ക്കണം. നെല്ലിക്ക കൂടാതെ ഇതിലേക്കൊരു 10 ഡേറ്റ്സ് അല്ലെങ്കിൽ ഈന്തപ്പഴവും കുരു കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വെക്കണം. ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ മധുരമാണ് ഈ ഒരു അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് കൂടാതെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, 2 or 3 പച്ചമുളക് എരിവിനനുസരിച്ച് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം. 2 തണ്ട് കറിവേപ്പില എടുക്കാം. പിന്നീട് ഒരു പിടി കിസ്മിസ് എടുക്കാം. ഇനി ഒരു പാൻ നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൊത്തിയരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. കിസ്മിസ് ചേർക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള ഈന്തപ്പഴവും നെല്ലിക്കയും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, നല്ല കളർ കിട്ടാനാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കണമെന്നില്ല, ചില ആൾക്കാർക്ക് അത്ര മധുരം ഇഷ്ടമുണ്ടാവില്ല. 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം ഒന്നും കൂടി നോക്കുക. പുളി വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടി വിനാഗിരി ചേർത്ത് കൊടുക്കുക. 2 മിനിറ്റ് കൂടി നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ലപോലെ ആറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി നമുക്ക് സൂക്ഷിക്കാം. ഇത് കുറച്ച് ഇതുപോലെ ചാറോട് കൂടി ഇരിക്കുന്നത് നല്ലതാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുറുകി കിട്ടും. ബിരിയാണിയുടെ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ മിക്കവാറും റെസ്റ്റോറൻറ്റിലാണ് ഇതുപോലെയുള്ള ഒരു പിക്കിൾ കിട്ടുന്നത്. ചെറിയൊരു മധുരവും പുളിയും എരിവൊക്കെ കൂടിയുള്ള പിക്കിളാണ്. നെല്ലിക്ക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. മിക്കവാറും നിങ്ങൾക്കൊരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. സാധാരണ ചോറിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.